14ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് തുടങ്ങും. 2 ദിവസമാണ് സഭ സമ്മേളിക്കുക. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് ആദ്യ സമ്മേളനത്തിന്റെ കാര്യപരിപാടി. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെയും നടക്കും. പ്രോട്ടം സ്പീക്കർ എസ് ശർമ്മ 14ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നിയന്ത്രിക്കും. രാവിലെ 9 മണി മുതലാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. 140 അംഗങ്ങൾക്കും പ്രോട്ടം സ്പീക്കർ എസ് ശർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നാളെ രാവിലെ 9-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ആദ്യ സമ്മേളനം 2 ദിവസം മാത്രമാണ് ചേരുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ പത്രിക സമർപ്പിക്കാം. പി ശ്രീരാമകൃഷ്ണനാണ് ഇടതുമുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. അതേസമയം വി ശശി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയാകും. BJP അംഗം സഭയിലെത്തുന്നു എന്നതാണ് 14ാം കേരള നിയമസഭയെ മുൻ സഭകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇരുമുന്നണിയിലും പെടാതെ സ്വതന്ത്രനായി PC ജോർജും സഭയിലുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുതുതായി ആ പദവികളിലെത്തിയവരാണ്. അവർ ഇരുവരും ഇരുപക്ഷത്തെയും നയിക്കുമ്പോൾ 2 മുൻ മുഖ്യമന്ത്രിമാർ ട്രഷറി ബെഞ്ചിലും പ്രതിപക്ഷ ബെഞ്ചിലുമുണ്ടാകും. VS-ഉം ഉമ്മൻചാണ്ടിയും. തൊട്ടുമുൻപ് നിയമസഭാംഗത്വം രാജിവെച്ച 2 പേരും പുതിയ സഭയിലെത്തുന്നുണ്ട്. PC ജോർജും കോവൂർ കുഞ്ഞുമോനും. 14ാം കേരള നിയമസഭയിൽ O രാജഗോപാൽ അടക്കം 44 പുതുമുഖങ്ങൾ. ഇതിൽ 3 പേർ വനിതകൾ. 83 സിറ്റിംഗ് MLA-മാർ. 13 പേർ ഒരു ഇടവേളയ്ക്ക് ശേഷം സഭയിൽ മടങ്ങിയെത്തുന്നവരാണ്. നാളെ പിരിയുന്ന സഭ 24-ന് വീണ്ടും സമ്മേളിക്കാനാണ് സാധ്യത. അടുത്ത മാസം 8-ന് പുതിയ സർക്കാരിൻ്റെ കന്നി ബജറ്റ് അവതരണവും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്താൻ കേരളത്തിലെ ഭരണമാറ്റം സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദുമ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് 2ാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട K. കുഞ്ഞിരാമൻ. കേരള കേന്ദ്ര സർവകലാശാല ആസ്ഥാനമായ പെരിയ ക്യാമ്പസിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുകയാണ് തന്റെ പ്രഥമ പരിഗണനയെന്ന് K. കുഞ്ഞിരാമൻ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി K. സുധാകരനെ വാശിയേറിയ പോരാട്ടത്തിൽ 3800-ലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് CPIM-ലെ K. കുഞ്ഞിരാമൻ വീണ്ടും ഉദുമയിൽ നിന്ന് നിയമസഭയിലെത്തുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി CPM സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചു വരുന്ന ഉദുമയിൽ ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് K. കുഞ്ഞിരാമൻ സാധിച്ചു. മുൻകാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കുമെന്ന വിശ്വാസമാണ് K. കുഞ്ഞിരാമന്. കേരള കേന്ദ്ര സർവകലാശാലയുടെ നിർദ്ദിഷ്ട പദ്ധതിയായ മെഡിക്കൽ കോളേജ് പെരിയയിൽ സ്ഥാപിക്കുന്നതിനാണ് MLA എന്ന നിലയിൽ തന്റെ മുൻഗണനയെന്ന് K. കുഞ്ഞിരാമൻ പറഞ്ഞു. സെൻട്രൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് വന്നില്ല. ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഗവൺമെന്റ് ഇടപെട്ട് നമ്മളെ മണ്ഡലത്തിലെ പെരിയയിൽ തന്നെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് നല്ല ശ്രമം നടത്താൻ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പൊതുപ്രവർത്തനത്തിനൊപ്പം നല്ലൊരു കൃഷിക്കാരൻ കൂടിയായ K. കുഞ്ഞിരാമൻ ചെറുകിട ജലസേചന പദ്ധതികൾക്കും മുൻഗണന നൽകുന്നു. 2006-ലെ LDF സർക്കാർ നിർമ്മാണം പൂർത്തിയാക്കിയതും UDF സർക്കാർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ വിസമ്മതിക്കുകയും ചെയ്ത ഉദുമ ടെക്സ്റ്റൈൽ മിൽ ഉടൻ തുറന്നു പ്രവർത്തിപ്പിച്ച് യുവജനങ്ങൾക്ക് പരമാവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും K. കുഞ്ഞിരാമൻ പറഞ്ഞു. 3 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന വികസന മുന്നേറ്റത്തിനൊടുവിലാണ് LDF-ന് ഉദുമ നിയോജക മണ്ഡലം സുരക്ഷിത മണ്ഡലമായി മാറിയത്. ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട K. കുഞ്ഞിരാമൻ MLA-യുടെ ശ്രമം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ഇരവിപുരം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഉടമയായ നൌഷാദിന് മുന്നിൽ തീരമേഖലയും കശുവണ്ടി തൊഴിലാളികളും തന്നെയാണ് പ്രഥമ പരിഗണന അർഹിക്കുന്ന പ്രശ്നങ്ങൾ. ഇടതുമുന്നണിയുടെ എല്ലാ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയാണ് താനെന്ന് നൌഷാദ് പറയുന്നു. തന്നെ പിന്തുണയ്ക്കുകയും പരിഹസിക്കുകയും തള്ളിപ്പറഞ്ഞവർക്കും ഒരുപോലെ നന്ദി പറയുന്ന നൌഷാദ് എന്ന മനുഷ്യസ്നേഹിയായ ജനപ്രതിനിധിയാണ് പീപ്പിൾ വാർത്താ സംഘം കണ്ടത്. കശുവണ്ടി മേഖലയും തീരമേഖലയും ഉൾപ്പെട്ട മണ്ഡലത്തിലെ നാനാവിധ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലി കണ്ടെത്താൻ തനിക്കാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് നൌഷാദ്. മണ്ഡലത്തിന്റെ പൊതുവായ വികസനത്തിന് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, കോർപ്പറേഷൻ കൌൺസിലർമാർ, കോർപ്പറേഷൻ ഭാരവാഹികൾ, അങ്ങനെ എല്ലാവിധ ജനവിഭാഗത്തിലുള്ള ജനപ്രതിനിധികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാ സാംസ്കാരിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ അഭിപ്രായവും കൂടെ നിർദ്ദേശങ്ങളും കൂടെ പരിഗണിച്ച് അതിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ പ്രയോറിറ്റി നിശ്ചയിച്ച് ഓരോന്നോരോന്നായി നടപ്പിലാക്കി പ്രവർത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റെയിൽവേ മേൽപ്പാലങ്ങൾ തുടങ്ങി തീരദേശ റോഡുകൾ വരെ നീളുന്ന ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വികസനം എത്തിക്കുന്നതിലും മണ്ഡലത്തിലെ വോട്ടർമാരെ യജമാനന്മാരെ പോലെ കാണാനുള്ള പക്വതയും ആർജിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് നൌഷാദ് വ്യക്തമാക്കി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണ സംഘം പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ മൊഴിയെടുക്കും. അന്വേഷണ സംഘത്തിന്റെ പുതിയ ഓഫീസായ പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിൽ 10 മണിയോടെയാണ് ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുക്കുക. കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവിനും മകനും പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജോമോൻ പുത്തൻപുരയ്ക്കൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നത്. ഭിത്തി നിർമ്മാണത്തിനിടയിൽ കിണർ ഇടിഞ്ഞു വീണ് കല്ലുകൂമ്പാരത്തിൽ മൂടപ്പെട്ട തൊഴിലാളിയുടെ ജഡം 10 മണിക്കൂറിലേറെ നീണ്ട ശ്രമകരമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പുറത്തെടുത്തു. കാസർഗോഡ് മധൂർ ചേനക്കാട് ഉണ്ടായ ദുരന്തത്തിൽ 38 വയസ്സുള്ള മോഹന പട്ടാളി എന്ന തൊഴിലാളിയാണ് മരിച്ചത്. 2 തൊഴിലാളികളെ ദുരന്തത്തിൽ നിന്ന് കരയിലുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കാസർഗോഡ് മധൂർ ചേനക്കോട്ടെ ഗോപാലൻ നായരുടെ കമുകിൻ തോട്ടത്തിലെ കിണറിന്റെ പാർശ്വഭിത്തി കെട്ടുന്നതിനിടയിലാണ് വെട്ടുകല്ലും മണ്ണും ഇടിഞ്ഞു വീണ് തൊഴിലാളിയായ മോഹനപ്പാട്ടാളി ജീവനോടെ മൂടപ്പെട്ടത്. മോഹനപ്പാട്ടാളിക്കൊപ്പം ഭാര്യ സഹോദരൻ നാരായണ പാട്ടാളി, ഈശ്വര നായ്ക്ക് എന്നിവരാണ് പാർശ്വഭിത്തി നിർമ്മാണത്തിനിടയിൽ കിണറിൽ കുടുങ്ങിയത്. 7 കോൽ ആഴമുള്ള കിണറിന്റെ പാർശ്വഭിത്തി നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിരുന്നു. നിർമ്മാണത്തിലുള്ള പാർശ്വഭിത്തി കനത്ത മഴയെ തുടർന്ന് തകരുകയായിരുന്നു. നാരായണ പാട്ടാളിയെയും ഈശ്വര നായ്ക്കിനെയും കരയിലുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. മീത്തോളം എത്തിയിട്ടുണ്ടായി കല്ലിന്റെ കെട്ട്. അപ്പം ഒരു സൈഡിൽ നിന്ന് മെല്ലെ നീങ്ങിയിട്ട് താഴെ ഇടിഞ്ഞുകൊണ്ട് പോയത്. അപ്പോൾ 2 ആൾ കിണറ്റിൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ ഒരാൾ കയറി മുകളിൽ വന്നു. അപ്പോൾ ഒരാൾ അടിയിലായിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. കാലത്തെ കുസല കളിച്ചിട്ട് പണിയെടുത്തോണ്ട്. മോഹനപ്പാട്ടാളി നിന്ന ഭാഗം പെട്ടെന്ന് ഇടിഞ്ഞു വീണതിനാൽ രക്ഷിക്കാനായില്ല. 2000-ഓളം വെട്ടുകല്ലുകളാണ് ഈ തൊഴിലാളിയുടെ മേൽ പതിച്ചത്. ഇതോടൊപ്പം ചെളിയും വെള്ളവും നിറഞ്ഞു. 2 JCB-കൾ ഉപയോഗിച്ച് കിണറിന് സമാന്തരമായി മണ്ണ് നീക്കി മണിക്കൂറുകൾ നീണ്ട ദുരന്ത നിവാരണ ശ്രമങ്ങൾക്കൊടുവിലാണ് മോഹനപ്പാട്ടാളിയുടെ ജഡം വളരെ വൈകി പുറത്തെടുത്തത്. നാട്ടുകാർക്കൊപ്പം പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. ചലച്ചിത്ര മേഖലയിൽ നിന്ന് 75ഓളം പേർ പങ്കെടുക്കുന്ന മെഗാ ഷോ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്യും. തിരുവല്ലയിലേക്ക് കലയുടെയും സംഗീതത്തിന്റെയും ഉത്സവമൊരുക്കി കൈരളി TV വീണ്ടും എത്തുന്നു. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇത്തവണ തിരുവല്ലയാണ് വേദിയാകുന്നത്. പ്രശസ്ത ഗായകരായ ഉണ്ണിമേനോൻ, റിമി ടോമി, ഡെൽഫി നൈനാൻ എന്നിവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളും നർത്തകരുമായ ഷംന കാസിം, സരയു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമൊരുക്കുന്ന നൃത്തവിരുന്നും ഹരിശ്രീ അശോകൻ, രമേശ് പിഷാരടി എന്നിവരുടെ നേതൃത്വത്തിൽ ഹാസ്യവിരുന്നും അരങ്ങേറുന്ന 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോയിൽ 75-ലധികം കലാകാരന്മാർ അണിനിരക്കും. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന് എതിർവശമുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് ഇത്തവണ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോ അരങ്ങേറുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് മെഗാ ഷോ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ രാജു എബ്രഹാം, വീണ ജോർജ്, ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പൊലീത്ത, കൈരളി TV MD ജോൺ ബിട്ടാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ലിബിയയിലെ IS തീവ്രവാദികൾക്കെതിരെ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദി പാട്ടുകൾ ബ്രിട്ടീഷ് പട്ടാളം ആയുധമാക്കുന്നതായി റിപ്പോർട്ട്. ബോളിവുഡ് സംഗീതം കേൾക്കുന്നത് IS തീവ്രവാദികളെ അസ്വസ്ഥരാക്കുന്നതായുള്ള കണ്ടെത്തലാണ് ഇതിലേക്ക് നയിച്ചത്. വെടിക്കോപ്പുകളും ബോംബുകളും മാത്രമല്ല, ലിബിയയിലെ IS തീവ്രവാദികൾക്കെതിരെ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദി പാട്ടുകളും ബ്രിട്ടീഷ് പട്ടാളം ആയുധമാക്കുന്നതായി റിപ്പോർട്ട്. IS-നെ മാനസികമായി തകർക്കാനുള്ള ആയുധമായി ബോളിവുഡ് ഗാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈക്കോളജിക്കൽ മൂവാണ് പട്ടാളം നടത്തുന്നത്. പാകിസ്ഥാൻകാരനായ ഒരു ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഓഫീസറാണ് ഇതിനു പിന്നിൽ. ബോളിവുഡ് സംഗീതം കേൾക്കുന്നത് IS തീവ്രവാദികളെ അസ്വസ്ഥരാക്കുന്നതായുള്ള കണ്ടെത്തലാണ് ഇതിലേക്ക് നയിച്ചത്. IS-നെ ലിബിയൻ പട്ടണമായ സിർത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഹിന്ദി പാട്ടുകൾ കേൾപ്പിച്ചുകൊണ്ടുള്ള യുദ്ധമുറ പട്ടാളം പയറ്റുന്നത്. IS-നെ സംബന്ധിച്ചിടത്തോളം സംഗീതം അനിസ്ലാമികമാണ്. ന്യൂസ് ഡെസ്ക്. മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടിയ സന്തോഷത്തിലാണ് മുഹമ്മദ് മുനവറും കുടുംബവും. കണ്ണൂർ പെരളശ്ശേരി ഗവൺമെന്റ് AKG ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മുനവർ +2 പഠനം പൂർത്തിയാക്കിയത്. സർക്കാർ സ്കൂളിൽ പഠിച്ച മുനവർ A+ നേടിയാണ് SSLCയും +2ഉം പൂർത്തിയാക്കിയത്. കോയോട് ബൈത്തുൽ സലാം വീട്ടിൽ മുഹമ്മദ് അലിയും നദീറ ടീച്ചറും അഭിനന്ദനം അറിയിക്കാനെത്തുന്നവരെ സ്വീകരിക്കാനുള്ള തിരക്കിലാണ്. മുഹമ്മദ് മുനവർ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 1 മുതൽ 10 വരെ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ്.
ഡൽഹിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നാണ് മുനവറിന്റെ ആഗ്രഹം. ഇപ്പോൾ വളരെയധികം സന്തോഷം. 10 റാങ്കിനുള്ളിൽ പ്രതീക്ഷിച്ചിരുന്നു. അഥവാ ഡൽഹി എയിംസ് കിട്ടുകയാണെങ്കിൽ അവിടെ പോകാനാണ് ഇഷ്ടം. കഴിഞ്ഞ തവണ 1144 റാങ്ക് ലഭിച്ചിട്ടും മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിക്കാത്തതിൽ ഉണ്ടായ വിഷമം മകന് 1ാം റാങ്ക് ലഭിച്ചതോടെ മുഹമ്മദ് അലിക്ക് മാറിക്കിട്ടി. മകന്റെ വിജയത്തിൽ അതീവ സന്തോഷിക്കുന്നു. മകന് ആദ്യ തവണ 1344 റാങ്ക് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ 16 മെഡിക്കൽ കോളേജുണ്ട്, സമുദായത്തിന് പേര് പറഞ്ഞുള്ള പാർട്ടികളുണ്ട്. എന്നിട്ടും പിന്നോക്കാവസ്ഥ പരിഹരിക്കാമെന്ന് അനുഭവിച്ച പാർട്ടിക്കാർ തന്നെ പിന്നോക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നില്ല. ഉമ്മ നദീറയും സഹോദരി ആയിഷയും മുനവറിന്റെ റാങ്കിൽ ഏറെ ആഹ്ലാദത്തിലാണ്. ചെറുപ്പം മുതൽ സർക്കാർ സ്കൂളുകളിൽ മലയാളം മീഡിയമാണ് മുനവർ പഠിച്ചത്. +2 പെർലശ്ശേരി AKG ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മുഴുവൻ വിഷയത്തിലും മുഴുവൻ മാർക്ക് നേടി A+ നേടിയിട്ടുണ്ട് ഈ മിടുക്കൻ. മകനെ തേടിയെത്തിയ റാങ്കിന്റെ നിറവിലാണ് കുടുംബം. മുനവറിന്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.